റോഡിൽ നിന്ന് ആരംഭിക്കുന്ന പക്ഷേ ഇവിടെ എല്ലാ കാണികളും വലിയ ആവേശത്തിൽ തന്നെയാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. എല്ലാവരും ഇതാ കുറെ സമയമായി കാത്തിരിപ്പിലാണ്. ഇപ്പൊ അല്പസമയത്തിനകം ഉദ്ഘാടനമാവാൻ പോവുകയാണ്. നമുക്കിപ്പോ മന്ത്രി കെ രാജൻ ചേരുന്നുണ്ട്. ഇപ്പൊ ചേരിയല്ല, രാവിലെ തൊട്ട് നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. പുലർച്ചെ മുതൽ നമ്മുടെ ഒപ്പം ഉണ്ട്. പക്ഷെ ഇപ്പോ ഏതാണ്ട് 2-3 മിനിറ്റിനകം നമ്മുടെ പുലിക്കളിയുടെ ഔപചാരികമായ ഫ്ലാഗ് ഓഫ് നഗരത്തിലെ 5 വഴികളിലൂടെ 9 പുലിക്കളി സംഘങ്ങളിൽ 459 പുലികൾ ആൺ പെൺ കുഞ്ഞ് പ്രായമുള്ള വ്യത്യാസമില്ലാതെ അങ്ങ് ഇറങ്ങും. ഒട്ടേറെ വലിയ മാറ്റങ്ങളുടെയും ഒട്ടേറെ പുതുമകളുടെയും പുലിക്കളിയായിരിക്കും. നമ്മുടെ പുലിക്കളിയുടെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നത് പോലെ ഒലക്കയിൽ കളിക്കുന്ന പുലി മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കളിക്കുന്ന പുലി വരെ ഇത്തവണയുണ്ട്. ധാരാളമായ പെൺകുട്ടികളുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളിച്ചത് 3 വയസ്സുകാരൻ മുതൽ 95 വയസ്സുകാരൻ വരെ ആടിത്തിമർക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോ അത്ഭുതങ്ങളുടെയും ആരവങ്ങളുടെയും പുലിക്കളി. ഈ പുലിക്കൊട്ടുണ്ട്. പുലിക്കൊട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. പഞ്ചാരി മേളം, പാണ്ടിമേളം, ഇങ്ങനെ മേളങ്ങളുടെ വൈവിധ്യങ്ങൾക്കിടയിൽ പുലിക്കൊട്ടുള്ളത് ഈ തൃശ്ശൂരിൽ മാത്രമാണ്. തൃശ്ശൂരിന്റെ ഒരു താള തരംഗമാണ്, ഒരു വന്യതാളമാണ്. തേക്കിൻകാട് ഒരു കാടുമില്ലെങ്കിലും കാടെന്ന് കരുതി ഒത്തുചേരുന്ന പുലികളുടെ വലിയ കൂട്ടം. രാവിലെ വനം വകുപ്പ് മന്ത്രി എന്നെ പുലിമടയിൽ കണ്ടിട്ട് വിളിച്ചു. RRT വിടണമെന്നാണ് മൂപ്പര് ചോദിച്ചത്. ഇവിടെ ഈ പുലിയെ പിടിക്കാൻ ഞാൻ പറഞ്ഞത് തൃശ്ശൂരിന്റെ സ്വന്തം പുലിയാണ്. നമ്മൾ പറഞ്ഞാൽ നിൽക്കുകയും നമ്മൾ പറഞ്ഞാൽ ചാടുകയും ചെയ്യുന്ന പുലിയാണ്. പുലി അതിഗംഭീരമായി ഇപ്പൊ ഇറങ്ങിയിരിക്കും. ഇവിടെ ഇപ്പൊ എല്ലാം പുലികളാണ്. പുലിയല്ലാത്ത ആരും ഇവിടെ ഇല്ല. 459 ആള് വസ്ത്രം ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചായം തേക്കാത്ത പുലികളാണ് ഈ നിൽക്കുന്ന പുലികളൊക്കെ. പല നിറങ്ങളിൽ, രൂപങ്ങളിൽ, ഭാവങ്ങളിൽ, മതങ്ങളിൽ, ജാതികളിൽ എല്ലാം പുലികൾ. മാതൃഭൂമി പുലി വരെ പുലിയാണ്. അങ്ങനെ ആകെ മൊത്തം പുലി ആവേശം തന്നെയാണ്. ഇവിടെ കാണാൻ വന്നവരും പുലികളാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നവരും പുലികളാണ്. എല്ലാവരും അടിപൊളിയാണ്. ഇവിടെ കളക്ടർ കൂടി ചേരുന്നുണ്ട്. രാവിലെ തൊട്ട് നമുക്കൊപ്പം തന്നെയുണ്ട്. വലിയ ആവേശത്തിലാണ്. എല്ലാ വർഷവും അതേ ഗംഭീരമായി നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പുലിക്കളി ഗംഭീരമാകാൻ പോകുന്നു എന്നുള്ള ഒരു ആവേശമാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ളത്. എല്ലാവരും പറയുന്നത് വന്നപ്പോൾ തന്നെ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പ്രധാനമായിട്ട് കോർപ്പറേഷനാണ്, പിന്നെ പോലീസും പിന്നെ ജില്ലാ ഭരണകൂടവും ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വരുന്നവർക്ക് നല്ലൊരു അനുഭവം പങ്കുവെക്കുക. അത് നമ്മളെല്ലാവരും കൂടെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു അനുഭവമായിരിക്കും വരുന്നവർക്ക് എല്ലാവർക്കും. കാരണം 9 ടീമുണ്ട്, കൂടുതലായിട്ടുള്ള പുലികളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ലഹരി വിരുദ്ധക്കെതിരെ ഒരു മെസ്സേജ് കൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. കാണികൾക്ക് കൂടി അത് നല്ലൊരു അനുഭവമാകണമെന്നുള്ളതാണ്. അവർക്കതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കളക്ടർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴത്തെ ഉദ്ഘാടനത്തിന്റെ സമയമാകാറായി തുടങ്ങി. ഇപ്പോൾ മന്ത്രിമാരെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ടാബ്ലോയുടെ ഒരു കാഴ്ചയുണ്ട്. അതിന്റെ മുൻപിലേക്കാണ് എല്ലാവരും എത്തി നോക്കുന്നത്. ഇനി ഇതിന് പിന്നാലെ തൊട്ട് പിന്നാലെ പുലിക്കൂട്ടങ്ങൾ തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങും. തൃശ്ശൂർ നഗരത്തെ പുലികളെ കാണാൻ പുലികളാണ് ഇത്തവണ സ്വരാജ് റൗണ്ടിനെ വിറപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള പുലിക്കളി ആരാധകരെ കണ്ണിമ വെട്ടാതെ കണ്ടുകൊണ്ടിരിക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമായി ചുവടുകളുമായി തൃശ്ശൂർ നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പുപ്പുലികളായിട്ടുള്ള പുലിവേഷം അണിഞ്ഞിട്ടില്ലെങ്കിലും പുപ്പുലികളായിട്ടുള്ള 2 പേരാണ് ഹിമയോട് സംസാരിച്ചത്. മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഹിമയിലേക്ക് മടങ്ങിയെത്താം. അരുൺ അമൃത തുടരുന്നുണ്ട്. അരുൺ, പുലി ഓരോ തവണയും ഈ പുലിക്കളി കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും അതിമനോഹരമാണ്. ഇപ്പോൾ പുലികളൊക്കെ ഇറങ്ങി കുട പിടിച്ചുകൊണ്ടുള്ള കുറെ പുലികളെ കാണാം. കുട ഇത്തവണ വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത്. ചെരുപ്പിട്ട പുലികളുണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. അയ്യന്തോളുകാർക്ക് വർണ്ണ വിസ്മയില്ല. അതായത് വർണ്ണത്തിൽ ഒരേ കളറുള്ളവരാണെന്ന് പറയുന്നു. അല്ലാതെ കരിമ്പുലിയാണ് വ്യത്യസ്തമായിട്ട് കണ്ടത്. എന്താണ് വേറെ ഇറക്കിക്കഴിഞ്ഞോ? വണ്ടിക്കപ്പുറത്തേക്കുള്ള പുലിയുടെ എന്തെങ്കിലും സർപ്രൈസ് ഇറക്കിയിട്ടുണ്ടോ? എന്താണ്? പക്ഷെ അയ്യന്തോളുകാർ തുടക്കത്തിലെ പറയുന്നതാണ് അത്തരത്തിലുള്ള അവർ ഈ താളത്തിലുമൊക്കെയുള്ള ഐക്യത്തിലാണ് അവരുടെ ലക്ഷ്യം, അവരുടെ ശ്രദ്ധ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവരുടെ ഒരു ഐക്യം, ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് ഈ കുട ഉയർത്തിക്കൊണ്ട് ഒരേ ഐക്യത്തിൽ അയ്യന്തോളിൻ്റെ അത്തരത്തിലുള്ള ഒരു മുദ്ര പതിപ്പിച്ച കുടയുണ്ട്. ആ കുട ഉയർത്തിക്കൊണ്ടാണ് പുലികൾ ഓരോന്നായി, ആ കുട ചൂടിക്കൊണ്ടാണ് പുലികൾ ഓരോന്നായി മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ വർണ്ണശബളമായ വർണ്ണവിവിധമായ പുലികളില്ല എങ്കിൽ പോലും അത്തരത്തിൽ കുടകൾ ഉയർത്തിക്കൊണ്ട് ഒരു പൂരത്തിൻ്റെ ഒക്കെ പ്രതീതി ഉണർത്താനുള്ള ശ്രമത്തിലാണ്. ആവേശത്തിൽ ആ താളത്തിനൊപ്പം തന്നെ വേഗത്തിൽ ചുവടുകൾ വെച്ചുകൊണ്ട് ആ കുട ഉയർത്തിക്കൊണ്ട് അയ്യന്തോളിന്റെ പ്രതീകം കാണിക്കുകയാണ്. ഷിനോജ്, എന്താണ് വെറൈറ്റി വന്നത്? അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പുലി കളിയാണ്, പുലിയുടെ കളി, അല്ലാതെ പുലിയുടെ ചമയമല്ല. പുലിക്കളി അയ്യന്തോൾ പറയുന്നത് കഴിഞ്ഞ ഒരു 10-12 വർഷമായി അവർ നടത്തുന്ന പ്രധാന പരിപാടി പുലിക്കളി. താളത്തിനനുസരിച്ചുള്ള
അതാണ് അവരുടെ പ്രധാനപ്പെട്ട പല വെറൈറ്റികൾ പറഞ്ഞ ഫോറസ്റ്റ് പുലികളും ഒക്കെ എപ്പോഴും അയ്യന്തോൾ അത്രയൊന്നും മാറ്റി ഇതായത് അയ്യന്തോളിന്റെ വാഹനമാണ് നമ്മൾ കണ്ടത്. കണ്ടത് അയ്യന്തോളിന്റെ വാഹനമാണ്. ആദ്യമായിട്ട് ഇറക്കിയ ഏറ്റവും വലിയ ടാബ്ലോ എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. ആ ടാബ്ലോയാണ് നമുക്കിപ്പോൾ കാണാനാവുന്നത്. പുലിയുടെ രൂപത്തിലുള്ള ടാബ്ലോ. അങ്ങനെ പുലിയുടെ വൈബ്, പുലിയുടെ മൂഡ്, പുലിയുടെ പൊളി വൈബാണ് നമ്മൾ ഈ തൃശ്ശൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലികളല്ല, പുപ്പുലികളാണ്. 459 മുതൽ തീരെ കുഞ്ഞുങ്ങൾ മുതൽ 95 വയസ്സായ ആളുകൾ വരെ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ നാട്, ആ കലാരൂപത്തിന്, ആ പുലിക്കളിക്ക് നൽകുന്ന പ്രാധാന്യം, അതിനോട് അവർക്കുള്ള മമത എത്രത്തോളമാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മാത്രം മതിയാകുക. പുലികൾ അങ്ങനെ വയറ് കുലുക്കി, അരമണി കിലുക്കി, ഓരോ ചുവടും വെച്ച് അതിങ്ങനെ സകൂതം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. നഗരിയെ അങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുകയാണ് പുലികളുടെ ചുവടുകൾ.